അയ്യോ, അയ്യോ, എന്റെ കൂട. നിങ്ങളിത് എങ്ങോട്ടാ? ഇന്ന് റെഡ് അലർട്ട് അല്ലേ? സ്കൂളൊന്നും ഇല്ലല്ലോ. റെഡ് അലർട്ടോ? അപ്പോ ഇന്ന് ഹോളിഡേ. ഇന്നലെ രാത്രി ന്യൂസിൽ പറഞ്ഞിരുന്നല്ലോ. നിങ്ങള് ന്യൂസ് ഒന്നും കണ്ടില്ലേ? ആണോ? ഞങ്ങൾ കണ്ടില്ല. ഇന്നലെ രാത്രി കറണ്ട് ഇല്ലായിരുന്നു. എന്നാ വേഗം വീട്ടിലേക്ക് പോയിക്കോ. മഴ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. സ്കൂളില്ലാത്ത സ്ഥിതിക്ക് ആ ലഞ്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയാലോ? എന്തു പറയുന്നു ഗായ്സ്? എന്റെ ബബ്ലു, മഴ കൂടുന്നതിന് മുമ്പ് എങ്ങനെങ്കിലും വീടെത്താൻ നോക്കാം. എന്നാ പിന്നെ വീട്ടിൽ പോയി സമാധാനത്തിൽ കഴിക്കാം. Come on, let's go. അയ്യോ, ദേ നോക്ക്, ഇങ്ങനെ പോയി അവിടെ വെള്ളപ്പൊക്കം വരുമല്ലോ. ദോശയിൽ വെള്ളം കേറിയ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതാ. എന്റെ അമ്മോ, ഇനി എന്താ ചെയ്യാ? നമുക്ക് സ്വിം ചെയ്താലോ? അയ്യോ, അത് റിസ്ക് ആണ്. ടോം പറഞ്ഞത് പോയിന്റ്. ഒരു കയ്യിൽ ലഞ്ച് ബോക്സും പിടിച്ച് സ്വിം ചെയ്യുന്നത് വളരെ റിസ്ക് ആണ്. ഇവനെ കൊണ്ട് നമുക്ക് എവിടെങ്കിലും കേറി നിൽക്കാം. എവിടെ കേറും? എല്ലായിടത്തും വെള്ളമല്ലേ. നമുക്ക് ലാലേട്ടൻ സ്റ്റൈലിൽ ആ മരത്തടിയിൽ കയറി പിടിച്ചാലോ? ഭാഗ്യം, മഴ കുറഞ്ഞു. നമുക്ക് ആ ജംഗ്ഷൻ എത്തിയാ പതുക്കെ ഇറങ്ങാം. ഇതവിടെ നിർത്തുവോ ആവോ? ഇത് ബസ്സൊന്നും അല്ല, എത്തിയാ ചാടി ഇറങ്ങിക്കോണം. അയ്യോ, എനിക്ക് പേടിയാവുന്നു. നമ്മളിപ്പോ ആ കൊക്കയിൽ വീണേനെ. നമ്മൾ ഇനി എങ്ങനെ തിരിച്ചു പോവും? ഈ മരം ഇങ്ങനെ വീഴ്ത്തി നമ്മളെ രക്ഷിച്ചത് ഷെയർമാൻ ആയിരിക്കും. എന്നാൽ തീർച്ചയായും ഷെയർമാൻ വരും നമ്മളെ സേവ് ചെയ്യാൻ. അയ്യോ, ഇത് മൂവ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അതെ, ഇത് മൂവ് ആവുന്നുണ്ട്. എന്താ ഇപ്പൊ ചെയ്യാ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഷെയർമാൻ നമ്മളെ രക്ഷിക്കുമെന്ന്. എന്നിട്ട് ഷെയർമാൻ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. അതെ, വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ദോശ വെള്ളത്തിൽ പോവാതെ മുറുക്കി പിടിച്ചത്. ഇനി ധൈര്യമായി ദോശ തിന്നോ. യേ!